നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടു വേ ടോക്കീസ്. ടോക്കീസിൽ ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും കൂടി പോകുന്നൊരു അതിമനോഹരമായ പ്രഹസനമാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. എനിവേസ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊക്കെ തന്നെ ഞാൻ വഴിയെ പറയാം. അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയൊക്കെ എൻ്റെ മമ്മീനെ ട്രോളിയാണ് റോഡിലൂടെ പോകുന്നത്. അപ്പോൾ മമ്മി അതിനനുസരിച്ച് എന്തൊക്കെയൊക്കെ എന്നെ തിരിച്ച് റിട്ടേൺ ട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഇതിനകത്ത് കേൾപ്പിക്കുന്നില്ല, കാരണം കേൾപ്പിക്കാൻ കൊള്ളില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കേൾപ്പിക്കാത്തത്. എനിവേസ് പിന്നെ ഞങ്ങളുടെ പത്തനാപുരം ടൗണിലൂടെ ഞാനിങ്ങനെ നടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പേഴ്സണലി എൻ്റെ മമ്മിക്ക് ഭയങ്കര ചമ്മലാണ് ഈ വീഡിയോയ്ക്കകത്തോട്ടൊക്കെ അങ്ങനെ കമ്പലാൻ. പിന്നെ ഞാൻ കായംകുളത്തേക്ക് പോയത് ഒരു ലേഡി ഡ്രൈവറിൻ്റെ കൂടെയാണ്. സോ കായംകുളം വരെ ഞാൻ അവരുടെ ഒരു ഡ്രൈവിംഗ് സ്കില്ല് നോക്കി പോവുകയാണ്. എനിവേസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ സ്കില്ലൊക്കെ. ഹെഡ്സ് ഓഫ്. എനിക്കെത്ര ഇത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല, കാരണം ചിലവർക്ക് മാത്രം കിട്ടുന്ന, ഒട്ടുമിക്ക ആളുകൾക്കും എല്ലാവർക്കും ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇത്രയും ഹെവി ആയിട്ടുള്ള വണ്ടികളൊക്കെ ഓടിക്കും ഒട്ടുമിക്ക ആളുകൾക്കും പേടിയായിരിക്കും. അത്രയും ബോൾഡായിട്ടുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. ബോൾഡ് അങ്ങനെയല്ല, പറ്റും, പക്ഷെ നമുക്കൊരു ബോൾഡ്നെസ് തോന്നണം. പേഴ്സണലി എനിക്കതില്ലാത്തത് കൊണ്ടും എനിക്ക് ശരിക്കും എന്തോ ഒരു പ്രൗഡ് മൊമെൻ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്ന ആ ഒരു കായംകുളം വരെയും ഞാൻ ആ പുള്ളിക്കാരുടെ സ്കില്ല് കണ്ടിട്ടാണ് പോയത്. എനിവേസ് അതിനിടയ്ക്ക് എനിക്ക് ബോറൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങും ഇങ്ങുമൊക്കെ വായി നോക്കിയൊക്കെ അങ്ങ് പോയി. നല്ല രീതിക്ക് കളക്ഷൻസൊക്കെ എടുത്ത് നമ്മളൊരു സൈഡിലൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ സിംഗിൾ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ദാഹമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളവും കാര്യങ്ങളൊക്കെ മമ്മി ഉള്ളത് കൊണ്ട് തന്നെ ഞാനതെല്ലാം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി എടുത്ത് തന്നു. നമ്മളത് ബാഗിൽ വെച്ച് റോഡിലൂടെ വെള്ളമൊക്കെ കുടിച്ച് ഗെറ്റപ്പായിട്ടാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. പിന്നെ നമ്മൾ കായംകുളത്ത് എത്തുന്നതിന് മുമ്പ്, കാരണം നല്ല രീതിക്ക് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും, ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു, ഒരു സൈഡിൽ ട്രാഫിക് ബ്ലോക്ക്, പിന്നെ നല്ല രീതിക്ക് വെയിൽ, ചൂട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം കായംകുളത്തൊക്കെ ഇറങ്ങി നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം ലൈറ്റായിട്ട് കഴിച്ചു. അതിനുശേഷം ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാണെന്ന് ഞാൻ വഴിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ ആലപ്പുഴയിലേക്ക് ബസ്സിൽ കയറിയപ്പോൾ കയറിയതിൻ്റെ ഒന്നും ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് വന്നു. ഒരു കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് വന്നപ്പോൾ നമ്മൾ അതിൽ ചാടി കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റിലാണ്, സിംഗിൾ സീറ്റിലാണ് കയറിയിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി എൻ്റെ അമ്മ ജോലി ചെയ്തത് ആലപ്പുഴ GHലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടുന്ന് ട്രാൻസ്ഫറായി ഇപ്പം ഇവിടെ നൂറനാട് ചാരമൂട്ടിൽ നിന്ന് ചൊനക്കര പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നിലവിൽ. അപ്പം അവിടുത്തെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലപ്പുഴയിൽ പോയിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴ GHൽ ജനറൽ ഹോസ്പിറ്റലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു പ്രഹസനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മമ്മി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ ഈ മമ്മി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ മമ്മി എന്നാണ് വിളിക്കുന്നത്. അല്ല ഗൈസ്, ഒരു ഫ്ലോയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതാണ്, ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, നല്ല വെയിലുണ്ടായിരുന്നു. ആലപ്പുഴ എത്തി, നിങ്ങൾക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് കയറി പോവുകയാണ്. ഹോസ്പിറ്റലിൽ നമ്മളിപ്പം വാർഡിലും കാര്യങ്ങളും അല്ല, നമ്മുടെ മെയിൻ ഹെഡിലാണ്, ഓഫീസിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് 6ാമത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അത് എവിടെയാണെന്നുള്ള രീതിയിൽ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല രീതിക്ക് വിശന്ന് കുടൽ കത്തി മറിയുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിശപ്പും ദാഹവും ഒന്നും എൻ്റെ മമ്മി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു പാവം പിടിച്ചവളായതുകൊണ്ടും എനിക്കൊരു ലോങ് വീഡിയോ എപ്പോഴെങ്കിലും വീക്ക്ലി ഒരു 2 days എങ്കിലും നമ്മൾ ലോങ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും, ഒരു ട്രാവൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബാഗും തൂക്കി ഇറങ്ങിയതാണ്. മറ്റേ കിലുക്ക സിനിമയിലെ രേവതി ഊട്ടിയിലിറങ്ങിയതുപോലെയാണ് ഞാൻ ആലപ്പുഴയിലേക്ക് രാവിലെ വെച്ച് പിടിച്ചത്. അതും ഒരു 10-15 തവണ ആലോചിച്ചതിന് ശേഷം. എനിവേസ് ഞാൻ അവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. അമ്മ അതിനകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി നമ്മളൊരു റിക്ഷാവാല പിടിച്ച് കഴിക്കാനായിട്ടൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ്, കാരണം എനിക്കധികം അവിടെ പരിചയമില്ല. എനിക്ക് അമ്മ അവിടെ എന്തോ 2 months എന്തോ വർക്ക് ചെയ്തിട്ടുള്ളൂ. സോ നമുക്കറിയാവുന്ന അമ്മക്കൊക്കെ ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ പോകുമ്പം കയറുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് വേറൊരു സ്ഥലത്തും കൂടി ഈ പേപ്പേഴ്സ് എല്ലാം മേടിച്ച് ആലപ്പുഴ സിവിൽ സ്റ്റേഷനിൽ, അത് വേറെ എന്തോ ഒരു പേഴ്സണൽ എന്തോ ആവശ്യത്തിനായിട്ട് വന്നതാണ്. സോ അവിടെയൊക്കെ നമ്മൾ
ഒന്ന് കയറിയതിന് ശേഷം മാത്രമാണ് ഫുഡ് കഴിക്കാൻ വന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേറെ എങ്ങും അല്ല വന്നത്. ഓട്ടോമാമൻ നമ്മളെ ഒരു താഫ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടിറക്കി വിട്ടത്. പിന്നെ ഞാൻ അവിടെ ഒരു പിൻട്രസ്റ്റ് വൈബ്, ഒരു വിൻറ്റേജ് സെറ്റപ്പിൽ പോയി ഇരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി വീഡിയോ എടുക്കുകയാണെന്ന്. മമ്മി അപ്പം ഒന്ന് പോസ്റ്റ് ചെയ്ത് തന്നു. എന്നിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും പോസ്റ്റ് ചെയ്യല്ലേ കുഞ്ഞേ എന്ന്. എനിവേസ് ഞാനിങ്ങനെ എന്നിട്ട് അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് എൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് എൻ്റെ മമ്മി എന്തൊക്കെയൊക്കെയോ കോമഡികളൊക്കെ പറഞ്ഞു. കാരണം ഇങ്ങനെ എന്ത് കഴിക്കണം, പിന്നെ ക്രിസ്മസിന് അവർക്ക് എന്തോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഡ്രസ്സ് എടുക്കുന്നതും പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ ഒരു കോമഡി ആയിട്ട് അവിടെ ഇരുന്ന് പറയുകയാണ്. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്കതൊക്കെ ഒരു ഇതായിട്ട് മെമ്മറബിൾ മൂമെൻറ്റാണ്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് 2 ഇയേഴ്സ് ക്രിസ്മസ് കോവിഡ് കൊണ്ടുപോയി. ക്രിസ്മസ് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ലായിരുന്നു. നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് പഠിച്ച കുട്ടികളാണ്. പിന്നെ ഇപ്പോൾ MBAക്ക് നമുക്ക് അങ്ങനെ വലുതായിട്ടൊരു ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കുമ്പിടിയുടെ മുടിയെല്ലാം വാരിക്കെട്ടണം എന്നാണല്ലോ പരമക്കാഴ് പറയുന്നത്. സോ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയെല്ലാം വാരിക്കെട്ടി കുറച്ച് മുടി 2 സെറ്റ്. അതായത് നമ്മുടെ ഒരു ഫാഷനും നാക്കുകൂടി ഫാഷൻ. സോ അതിനുശേഷം ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും വെജിറ്റബിൾ കറിയാണ്. മമ്മി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പിന്നെ നട്ടപ്പാതിരയ്ക്ക് പൊറോട്ട കിട്ടിയാൽ ഞാൻ പൊറോട്ടയുടെ ഒരു ബിഗ് ഫാനാണ്. ഒരു സൈഡിൽ അത് നമുക്ക് നല്ല രീതിക്ക് ഡേഞ്ചർ ആണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എന്തോ പൊറോട്ട ഇഷ്ടമാണ്. ഓവറായിട്ട് അഡിക്ഷനാണ് പൊറോട്ടയോട്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് അങ്ങനെയാണ്. പിന്നെ പൊറോട്ടയും മീൻസ്. അപ്പം ഞാൻ അതിനിടയ്ക്ക് വേണ്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല. ചിക്കൻ ബിരിയാണി കഴിക്കാൻ എൻ്റെ മമ്മി എന്നെ ആവശ്യത്തിലധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടിയ പിക്കിൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ മറ്റേ ലെമണും ഈ പറഞ്ഞ പോലെ ഡേറ്റ്സും കൂടി ഇട്ടിട്ടുള്ള എന്തോ ഒരു പിക്കിളാണ്. ഞാൻ ഇതിന് മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. എനിവേസ് ആ ഒരു പിക്കിളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയാണ് ഞാൻ ആ പൊറോട്ട കഴിച്ചത്. പൊറോട്ടയുടെ കൂടെ ഞാൻ എന്ത് സൈഡ് ഡിഷ് ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് ഇന്ന കറി തന്നെ വേണം എന്നൊന്നും ഇല്ല. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. പിന്നെ റൈസ്, എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ബിരിയാണി വേണ്ടായിരുന്നു. അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് വേണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ മേടിച്ച് കഴിച്ചേനെ. പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു. എന്തോ അത്ര മൂഡില്ലായിരുന്നു ബിരിയാണി കഴിക്കാനോ അല്ലെങ്കിൽ ബീഫ് മേടിക്കാനോ. അല്ലെങ്കിൽ ഞാനെപ്പം പോയാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ടിക്കരികെ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ എന്തോ എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വട്ടല്ല ഗൈസ്, ഞാൻ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെന്ന് എൻ്റെ യൂട്യൂബിൽ എനിക്കിപ്പോൾ ഒരു 145 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ 145 സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നതൊക്കെയാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു ലൈം ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമാണത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ലൈം കുടിക്കുന്നതിൽ എനിക്ക് കുറച്ച് പച്ചപ്പരിഷ്കാരമുണ്ട്. ഓരോരുത്തരും എനിക്ക് വന്നത് ഒറ്റ ഈ സിപ്പിൽ തന്നെ ആ ഒരു ലൈം ഫുള്ള് കുടിക്കും. പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു 10-12 സിപ്പ് എടുത്താലായിരിക്കും ആ ഒരു ഗ്ലാസ്സിൽ ലൈം ജ്യൂസ് തീരുന്നത്. ദെൻ അതിനുശേഷം എൻ്റെ മമ്മി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും മൂക്ക് കഴിക്കാൻ വേണമെന്ന് ചോദിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ ഓർഡർ കൊടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഞാൻ ഓർഡർ പറഞ്ഞത് എനിക്കൊരു വാനില സ്കൂപ്പ് ഐസ്ക്രീമാണ്. പിന്നെ വാനില സ്കൂപ്പ് ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടു മച്ച് പോർ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ ഏതൊക്കെയോ ഫ്ലേവേഴ്സ് എടുത്തിട്ടുള്ള സ്പൂൺ കൊണ്ട് എന്തോ ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് കഴിക്കുകയാണ്. കാരണം നമ്മൾ പൈസ കൊടുത്തതാണല്ലോ, അപ്പോൾ നമ്മൾ കളഞ്ഞിട്ട് വരുന്നത് മോശമാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാനത് കഴിക്കുകയാണ്. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നോട്ട് ഗുഡ്. ആരും അങ്ങനെ മേടിച്ച് കഴിക്കാൻ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യില്ല ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്. ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. പൊറോട്ട കൊള്ളായിരുന്നു, വെജിറ്റബിൾ കറി കൊള്ളായിരുന്നു. പിന്നെ അമ്മ പറയുന്നത് കേട്ടു ബിരിയാണിയും കൊള്ളാമെന്ന്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ എവിടെ പോയാലും ഡ്രസ്സ് കട അല്ലെ ഡ്രസ്സസ് കാണുമ്പോൾ നമുക്കൊരു കൊതി വരില്ല. അങ്ങനെ ഞങ്ങൾ ഈ കഴിച്ച ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു R&B വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മറ്റേ കല്യാൺസിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഇപ്പോൾ ഫസിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെയും കയറിയിട്ടുണ്ട്. ഈ രണ്ടിടത്തും കയറി മമ്മിക്ക് മറ്റേ ക്രിസ്മസിലിടാൻ വേണ്ടിയിട്ടുള്ള ടോപ്പ് തപ്പി കയറുകയാണ് ആക്ച്വലി. സോ അവിടെ നമുക്കങ്ങനെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നല്ല, ഇഷ്ടപ്പെട്ട കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റെഡായിരുന്നു വേണ്ടിയിരുന്നത്, തീം അതായിരുന്നു റെഡ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അതെടുത്തില്ല. പിന്നെ എനിക്കൊരു ടോപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടിടത്ത് നമ്മൾ കയറി, R&Bയിലും കയറിയിട്ടുണ്ടായിരുന്നു, ഫൈസോയിലും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് എവിടെ പോയാലും ഈ മിറർ സെൽഫി കാണുമ്പോൾ എനിക്കെന്തോ ഒരു പുളകിതമാണ്. നമ്മൾ പിന്നെ കുറച്ച് മിറർ സെൽഫി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സൺഗ്ലാസ്സൊക്കെ വെച്ച്
എന്തുട്ടാ ഷുട്ടുമണിയെ ഇതെന്നാണ് എൻ്റെ മമ്മി വന്ന് എന്നോട് ചോദിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഏത് കടയിൽ കയറിയാലും ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡെക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം ഞാൻ കയറിയ ഒട്ടുമിക്ക കടകളിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എനിവേസ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി നോക്കി വന്ന സാധനങ്ങളൊന്നും തന്നെ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എല്ലാ കളക്ഷൻസും ഒന്ന് ഓടിച്ച് നോക്കി. കാരണം ഏത് കടയിൽ കയറിയാലും എനിക്ക് ഈ ഒരു സ്വഭാവമുള്ളതാണ്. എല്ലാ സാധനങ്ങളും ഒന്ന് ഓടിച്ച് നോക്കുക, കുറച്ച് മിറർ സെൽഫീസ് എടുക്കുക, പിൻട്രസ്റ്റ് വൈബ് പിടിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് നമ്മൾ ആലപ്പുഴയുടെ ആ ഒരു ആലപ്പുഴ റൂട്ട് ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ ആ ഒരു എന്താ പറയുക വിൻഡോ സൈഡിൽ ചാരിയിരുന്ന് വരുന്ന വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ, അതായത് ഈ പറയുന്നതുപോലെ വെയിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്ന് വൈബ് അടിച്ച് കുറച്ചും കൂടി നടക്കാൻ പറ്റിയേനെ. പക്ഷേ എൻ്റെ മമ്മി ഒരു വൈബ് തള്ളയല്ലാത്തത് കൊണ്ടും ഞാൻ എങ്ങനെയൊക്കെയോ എനിക്കൊരു കുറച്ചെങ്കിലും ഫൂട്ടേജ് എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിലെന്തോ എനിക്കൊരിത് തോന്നുന്നത്. കാരണം ഒരു തള്ള വൈബ് ക്യാരക്ടറാണ് എൻ്റെ മമ്മി. അയ്യോ ഇത് കാണുന്നുണ്ടായിരിക്കും, എന്നാൽ എന്നോടൊന്ന് ക്ഷമിക്കുക, ഞാനിതിൽ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇനീസ് പിന്നെ നമ്മൾ കായംകുളത്ത് വന്നിറങ്ങിയതിന് ശേഷം കായംകുളത്ത് SM നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും അടിപൊളി കളക്ഷൻസ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്കൊന്ന് അടൂരേക്കാട്ടിലും കൂടുതൽ കളക്ഷൻസ് കായംകുളം SM ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ ഡെക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കല്യാണം കൂടി വരുന്നുണ്ട്, 28-ന് ഒരു കല്യാണം കൂടി വരുന്നുണ്ട്. അപ്പം അതിനും പർച്ചേസ് ചെയ്യണമായിരുന്നു. സോ അതിന് നമ്മളൊരു ചുരിദാർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മമ്മിക്ക് ഒരു ചുരിദാർ സെറ്റും എടുത്തു. പിന്നെ അതേപോലെ ക്രിസ്മസിൻ്റെ തീമിനിടാൻ പറ്റിയ ഒരു റെഡ് കളർ ടോപ്പും പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ളത് എന്തൊക്കെയൊക്കെയോ സാധനങ്ങളും മേടിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ SM നിന്നും ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും കുറേ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പുനലൂരേക്കുള്ള ബസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പത്തനാപുരത്ത് ഇറങ്ങാൻ പറ്റും ഒബിയസ്ലി. പിന്നെ നമ്മളും അതേപോലെ തന്നെ വൈകുന്നേരം ആയപ്പം വെയിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് വിൻഡോ സൈഡ് പിടിച്ച് ഞാനൊരു വൈബ് പിടിച്ച് ഇങ്ങനെ അങ്ങ് വരികയാണ് ചെയ്തത്. അതിനിടയ്ക്ക് എൻ്റെ മമ്മി എനിക്ക് തോന്നുന്നത് ഒരു 1 അവറോളം ഉറക്കം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കമൊന്നുമില്ല, ഈ ബസ്സിലൊന്നും ഇരുന്നാലൊന്നും എനിക്ക് ഈ ഉറക്കം പറ്റില്ല. ഞാൻ എത്ര പോസ്റ്റ് അടിച്ചാലും ബോറടിച്ചാലും ഒന്നുകിൽ ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. ഇങ്ങനെയൊക്കെ ഒരു വൈബ്, സ്വന്തമായിട്ട് വൈബ് പിടിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. സ്വന്തമായിട്ട് വൈബ് പിടിച്ച് വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന ഈ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളീസ്, അതേപോലെ തന്നെ കടകൾ, ഷോപ്പ്, ടെക്സ്റ്റൈൽസൊക്കെ തന്നെ ഡെക്കോർ ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് ഞാനിങ്ങനെ കണ്ണിന് കുളിർമയേകി റോഡിലെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ വരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കൂടെ നിങ്ങളും കണ്ടു, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയൊക്കെയോ പത്തനാപുരമൊക്കെ അടുക്കാറായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പത്തനാപുരമൊക്കെ അടുക്കാറായി. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് പത്തനാപുരത്ത് ഇറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു. എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് മേടിച്ചു. കാരണം ഞാനിപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട്, അതായത് എനിക്കതൊരു 9:30 തൊട്ട് വൈകുന്നേരം വരെയുള്ള ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഈ കഷ്ടപ്പാട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളിത് കാണാതെ പോകരുത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് അന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ബസ്സിലും ഓട്ടോയിലും കുറച്ച് ഫുട്ടേജസ് മാത്രമേ എനിക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ എനിക്കൊന്നത് ഈ ട്രാവലിംഗ് തന്നെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനും എനിക്കില്ലായിരുന്നു. കാരണം എൻ്റെ മമ്മി, മാതശ്രീ അങ്ങനെ ഒന്നിനും തന്നെ കൂടെ വരുന്ന ഒരാളല്ല. നമ്മളുമായിട്ടൊട്ടും കോൺട്രവേഴ്സി ഇല്ലാതെയൊക്കെ അങ്ങ് കൊണ്ടുവന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ പിന്നെ പത്തനാപുരത്ത് ഇറങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ എനിക്കെന്തോ കഴിക്കാനൊക്കെ ഉള്ളത് മേടിക്കണം. അല്ലാണ്ട് അല്ലറ ചില ഈ അളുത്തുകുളുത്ത് സാധനങ്ങളൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല, എൻ്റെ വാക്കിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. സോ നമ്മളതൊക്കെ മേടിക്കണമായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ പത്തനാപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തനാപുരത്ത് എത്തിയതിന് ശേഷം ഈ പറയുന്നത് പോലെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ വീഡിയോയിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്രിസ്മസിൻ്റെ ചെറിയൊരു കൂളിംഗ് ഗ്ലാസ് പോലത്തെ ഒരു സാധനമൊക്കെ മേടിച്ചു. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ